സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സെമസ്റ്റർ 1 സബ്ജക്റ്റായ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ 2021 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കറിയാം നമ്മുടെ MG യൂണിവേഴ്സിറ്റി പ്രോപ്പറായിട്ട് തന്നെ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ പാറ്റേൺസ് ഒക്കെ പിന്നെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്കൊന്നുകൂടിയും വളരെ ഈസി ആയിട്ട് തന്നെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം കളയാണ്ട് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്കറിയാം സെക്ഷൻ 1 അല്ലെങ്കിൽ പാർട്ട് എ എന്ന് പറയുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കപ്പോൾ അത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതിലെ ആദ്യത്തെ ചോദ്യമാണ് വിച്ച് ആർ ദ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസ്. എന്തെല്ലാമാണ് ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസ് എന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്താണ് ഈ പറയുന്ന അക്കൗണ്ടിങ് അസംഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ഒരു ബിസിനസ് ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബിസിനസ് ആകുമ്പോൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ടും P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ പറയുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് ഉണ്ട്. ഓരോ കമ്പനി അവരവരുടെ ഇഷ്ടത്തിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിന് ടാക്സ് കൃത്യമായിട്ട് പിടിക്കാൻ പറ്റില്ല, കാരണം അവർക്ക് ആ ഫോമാറ്റ് അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എല്ലാ കമ്പനികളും ഒരേപോലെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് കമ്പയർ ചെയ്യാനും അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഈ അക്കൗണ്ടിങ് അസംഷൻ്റെ മെയിൻ ഉദ്ദേശം അത് എന്ന സംഭവം എന്താണ്, ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ഫോർമാറ്റൊക്കെയാണ് എന്ത് ചെയ്യുന്നു, എല്ലാ ബിസിനസ്സും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് ബിസിനസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ബിസിനസ് ഫോളോ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫിനാൻഷ്യൽ അസംഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ ഏതൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫിനാൻഷ്യൽ അസംഷനാണ് എന്ത്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അപ്പോൾ എന്താണ് ഈ ഗോയിങ് കൺസേൺ കൺസെപ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ഒരു ബിസിനസ് തുടങ്ങുന്നത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ വേണ്ടിയല്ല. പകരം എന്താണ്, അത് കുറേ കൊല്ലങ്ങളായിട്ട് മുന്നോട്ട് പോവേണ്ട ഒരു ആക്ടിവിറ്റിയാണ് എന്ത് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾക്ക് മനസ്സിലെന്തുണ്ടാവണം, ആ ബിസിനസ് എന്ന് പറയുന്ന സാധനം പെട്ടെന്നൊരു ദിവസം തീരേണ്ടതല്ല, അതൊരു എന്താണ്, ഗോയിങ് കൺസേൺ ആണ്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇനി രണ്ടാമത്തെയാണ് കൺസിസ്റ്റൻസി. ഇവിടെ എന്താണ് കൺസിസ്റ്റൻസിയിൽ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബിസിനസ് ഫോളോ ചെയ്യുന്ന പോളിസി, മെത്തേഡ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് രീതികൾ എല്ലാം ഇല്ലേ, അതെല്ലാം തന്നെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലം ഉപയോഗിക്കുന്നത് തന്നെ ആയിരിക്കണം അടുത്ത കൊല്ലം ഉപയോഗിക്കേണ്ടത്. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻസി രണ്ടാമത്തത്. ഈ പറയുന്ന കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന നമ്മുടെ ഇപ്പോൾ 2023 നമ്മുടെ അക്കൗണ്ട്സും 2024 അക്കൗണ്ട്സും കമ്പയർ ചെയ്യണം. അത് ഒരേപോലെ ഇരുന്നാൽ മാത്രമല്ലേ നമുക്ക് എന്ത് പറ്റുള്ളൂ, അവിടെ ഡിഫറൻസ് ഉണ്ടോ, എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മുടെ ആ ഒരു ഫോർമാറ്റ് രീതിയെല്ലാം തന്നെ എന്തായിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതാണ് അടുത്ത ആ ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ്, കൺസിസ്റ്റൻസി അസംഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എക്കണോമിക് എൻറ്റിറ്റി. നമുക്കറിയാം നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് എൻറ്റിറ്റിയാണ് അല്ലേ. പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു സ്ഥാപനമാണെന്ത്, നമ്മുടെ ബിസിനസ്. അപ്പോൾ ഉറപ്പായിട്ടും ആ ബിസിനസ്സിനെ ഓണിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ബിസിനസ്സിന് എന്തോരം അസറ്റ് ഉണ്ട് എല്ലാം മനസ്സിലാവും. അപ്പോൾ ഒരു അക്കൗണ്ടിങ് ഫോമാറ്റിൽ നമ്മളെപ്പോഴും ബിസിനസ്സിന് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നത്. അവിടെ ഓണറും അതുപോലെ തന്നെ ബിസിനസ്സും എന്താണ്, രണ്ടും രണ്ടാണ്. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റും ബിസിനസ്സിൻ്റെ എക്സ്പെൻസുകളും ഇൻകം എല്ലാം ബിസിനസ്സിൽ കാണിക്കണം. അതേപോലെ തന്നെ ആ ഒരു ഓണറിൻ്റെ ഇൻകവും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. അതുകൊണ്ടാണ് ഈ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും ഫണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ അതിനെന്ത് വിളിക്കുന്നത്, ഡ്രോയിങ്സ് ആയിട്ട് കാണുന്നത്. എന്നിട്ട് എന്താണ്, അത് നമ്മുടെ ഈ പറഞ്ഞ ഓണറിൻ്റെ ലയബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. കാരണം അത് തിരിച്ച് ബിസിനസ് കൊടുക്കണം. കാരണം ബിസിനസ്സും ഓണറും രണ്ടും രണ്ടാണ്. അതാണ് അടുത്ത പറയുന്ന എക്കണോമിക് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഇനി നെക്സ്റ്റ് ആണ് റിലയബിലിറ്റി കൺസെപ്റ്റ്. റിലയബിലിറ്റി കൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ് എത്രമാത്രം റിലയബിൾ ആണ് എന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ അത് തീരുമാനിക്കാൻ വേണ്ടിയുള്ള ഒരു അസംഷൻ, റിലയബിലിറ്റി അസംഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും എവിഡൻസ് വേണം അല്ലേ. നമ്മളിപ്പോൾ എന്ത് എമൗണ്ട് നമ്മൾ ആ ഒരു ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിച്ചാലും അതിനെ പ്രൂവ് ചെയ്യാൻ പറ്റിയൊരു എവിഡൻസ് വേണം. ഈ എവിഡൻസ് എന്തൊക്കെയാണ്, ബില്ല്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻവോയ്സ്, ഇതെല്ലാമാണ് ആ എവിഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ടൈം പീരീഡ് അസംഷൻ. എന്താണ് ഈ ടൈം പീരീഡ് അസംഷൻ? ഒരു ബിസിനസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനൊരു ടൈം പീരീഡ് ഉണ്ട്.
തോന്നുമ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല. എന്താണ് അത് 1 ഇയർ ഗ്യാപ്പിലോ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ ഒക്കെ ഒരു കറക്റ്റ് ഇൻ്റർവെല്ലായിരിക്കും എന്ത് ചെയ്യുക, ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. എന്നാൽ മാത്രമേ അതിലെന്തുണ്ടാവുള്ളൂ, അതിൽ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉണ്ടാവുകയും ബിസിനസ്സിൻ്റെ പെർഫോമൻസ് എന്തോരം ഉണ്ട് മനസ്സിലാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ ടൈം പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഇയർലി ലൈക്ക് ആനുവലി ആണോ പ്രിപ്പയർ ചെയ്യുക, ക്വാർട്ടർലി ആണോ ഹാഫ് ഇയർലി ആണോ എന്നെല്ലാം നോക്കുന്നതാണ് ടൈം പീരീഡ് അസംഷൻ. നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഇയർലി ആണെങ്കിൽ നെക്സ്റ്റ് ഇയർ നമ്മൾ എന്ത് ചെയ്യുക, ഇയർലി തന്നെ പ്രിപ്പയർ ചെയ്യുക. അതല്ല ക്വാർട്ടർലി ആണെങ്കിൽ ക്വാർട്ടർലി പ്രിപ്പയർ ചെയ്യുക. എന്നാൽ മാത്രം നമുക്ക് എന്ത് പറ്റുള്ളൂ, നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? അപ്പോൾ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ദ മണി സ്പെൻഡ് ബൈ എ ബിസിനസ് ഓൺ അക്വയറിങ് ഓർ മെയിൻറ്റെയിനിങ് എ ഫിക്സ്ഡ് അസെറ്റ്. ഒരു ഫിക്സ്ഡ് അസെറ്റ് മേടിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ബിസിനസ് ഇറക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് ചിലവാക്കുന്ന ആ ഒരു മണീനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിസിനസ്സിന് ഇപ്പോൾ നമ്മുടെ കടയ്ക്ക് ഇപ്പോൾ ഒരു ലാൻഡ് മേടിക്കണം, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് പ്രോപ്പർട്ടി മേടിക്കണം, ഒരു ബിൽഡിംഗ് മേടിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെഷീൻ മേടിക്കണം, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് മേടിക്കണം. അങ്ങനെ നമ്മുടെ ബിസിനസ്സിന് ഒരു ഫിക്സ്ഡ് അസെറ്റ്. എന്താണ് ഈ ഫിക്സ്ഡ് അസെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു കൊല്ലത്തേക്കല്ല ഒന്നിൽ കൂടുതൽ കൊല്ലം ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള അസെറ്റിനെ നമ്മൾ ഫിക്സ്ഡ് അസെറ്റ് എന്ന് പറയുക. അങ്ങനെയുള്ള ഫിക്സ്ഡ് അസെറ്റിനെ നമ്മൾ മേടിക്കാൻ വേണ്ടി ചിലവാക്കുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി. നമുക്കറിയാം ഒരു വലിയൊരു ബിൽഡിംഗ് മേടിക്കുക അല്ലെങ്കിൽ ഒരു മെഷീൻ മേടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ടിൽ മേടിക്കുന്ന സാധനമല്ല. എന്താണ് വലിയൊരു എമൗണ്ടായിരിക്കും നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വലിയൊരു എമൗണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് നമ്മൾ ചിലവാക്കി മേടിക്കുകയാണെങ്കിൽ, അങ്ങനെ അസെറ്റ് മേടിക്കുകയാണെങ്കിൽ അതിന് ചിലവാക്കുന്ന എമൗണ്ട് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ബിസിനസ് ഒരു ഫിക്സ്ഡ് അസെറ്റ് മേടിക്കുമ്പോൾ ചിലവാക്കുന്ന മണീനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് അക്വേർഡ് ഇൻകം? എന്താണ് അക്വേർഡ് ഇൻകം എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് അക്വേർഡ് ഇൻകം? ദ ഇൻകം വിച്ച് ഈസ് ഏൺഡ്. ഈ ഇൻകം സാധാരണ നോർമൽ ബിസിനസ് പോലെ നമ്മൾ സാധാ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗുഡ്സ് വിറ്റും വാങ്ങിയൊക്കെ ഉള്ള അങ്ങനെ നമ്മൾ ഇൻകം ഏൺ ചെയ്തു. പക്ഷെ എന്താണ്, ആ ഇൻകം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ഒരു സാധനം വിറ്റു, പക്ഷേ നമ്മളത് കടത്തിനാണ് വിറ്റത്, നമുക്കതിൻ്റെ കാശ് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ അങ്ങനെയുള്ള ഇൻകത്തിൽ വിളിക്കുന്ന പേരാണ് അക്വേർഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളവിടെ സെയിൽ നടത്തിയിട്ടുണ്ട്, നമുക്ക് ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇൻകത്തിന് അക്വേർഡ് ഇൻകം നമ്മൾ എവിടെയാണ് കാണിക്കാറുള്ളത്? നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. എന്തുകൊണ്ട് അസറ്റ് സൈഡിൽ കാണിക്കുന്നത്? കാരണം ആ ഇൻകം നമുക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഉറപ്പുള്ള സാധനമാണ്. അതുകൊണ്ടാണ് നമ്മളതിൻ്റെ എന്താണ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അക്വേർഡ് ഇൻകം? ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് കാണിക്കുന്നവരെയാണ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലേക്ക് നമ്മളത് കാണിക്കാൻ പോകുന്നത്. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഡ്യൂറിങ് 2019 ഈസ് 12,000. നമുക്കിവിടെ ഇൻഷുറൻസ് പ്രീമിയം തന്നിട്ട് എത്രയാണ്? 12,000 ആണ്. ഏത് ഒരു കൊല്ലത്തേക്കുള്ള ഇൻഷുറൻസ് പ്രീമിയം 2019 എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലമാണ് അല്ലേ. ആ ഒരു 1 ഇയറിലെ ഇൻഷുറൻസ് പ്രീമിയം തന്നിട്ടുണ്ട് എത്രയാണ്? 12,000 ആണ് തന്നിട്ടുള്ളത്. അതിൽ 2 മാസത്തെ പ്രീമിയം എന്തുണ്ട്? 2 മാസത്തെ പ്രീമിയം ഇവിടെ പ്രീപെയ്ഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രീപെയ്ഡ് ഇൻഷുറൻസിന് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പാസ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇൻഷുറൻസ് പ്രീമിയം അടച്ചേക്കണം എത്രയാണ്? 12,000 ആണ് അടച്ചേക്കണം അല്ലേ. ഈ 12,000-ൽ ഈ തന്നിരിക്കുന്ന 12,000, ആ 12,000 അടച്ചേക്കണം എത്ര നാളത്തേക്ക് വേണ്ടിയായിരിക്കും? ഒരു കൊല്ലത്തേക്ക് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തേക്ക് വേണ്ടി എത്ര ആക്കി അടച്ചിട്ടുണ്ടാവുക? 12,000 ഡിവൈഡഡ് ബൈ എത്ര മാസമുണ്ട്? ഒരു കൊല്ലം 12 മാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം അടച്ചിട്ടുണ്ടാവുക എത്രയായിരിക്കും? 1000 ആയിരിക്കും ഒരു മാസം അടച്ചിട്ടുണ്ടാവുക. നമ്മൾ വെച്ചിട്ടുള്ള എത്രയാണ്? 2 മാസത്തെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? 2 × 1000 ചെയ്യുക. 2 × 1000 എത്രയാണ്? 2,000 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 2,000 രൂപയുടെ ഈ പറയുന്ന പ്രീപെയ്ഡ് ഇൻഷുറൻസിൻ്റെ കാര്യമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം. ദ ടോട്ടൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഈസ് 12,000. 12,000 ആണ് നമ്മുടെ ടോട്ടൽ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ട എമൗണ്ട്. അതിൽ പ്രീപെയ്ഡ് 2 മാസത്തെ പ്രീപെയ്ഡിൻ്റെ കാര്യം വെച്ചിട്ടുള്ളത് അസ്യൂമിങ് നമുക്കറിയാം എന്താണ് 2019 പറയുമ്പോൾ എന്താണ് ഒരു കൊല്ലത്തേക്കുള്ള എമൗണ്ടാണ് കാണിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഒരു മാസത്തേക്കുള്ള എമൗണ്ട് കാണണം. അപ്പോൾ എന്ത് ചെയ്യണം? 12,000 ഡിവൈഡ് ബൈ 12. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ സാധനം ചെയ്യുക. 12,000 12 ചെയ്യുമ്പോൾ 1000 രൂപ കിട്ടും.
ഇനി എന്ത് ചെയ്യുക, പ്രീപെയ്ഡ് എമൗണ്ട് ഫോർ 2 months ആണ്. ഇപ്പോൾ നമുക്ക് 1000 കിട്ടി, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ 1000 2 വെച്ച് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 2000 കിട്ടും. ഈ 2000 ആണ് എന്ത്, നമ്മുടെ പ്രീപെയ്ഡ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജേർണൽ എൻട്രി പാസ് ചെയ്യാം അല്ലേ. അപ്പോൾ ജേർണൽ എൻട്രി എന്താണ്, ദ പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ദ ഇൻഷുറൻസ് അക്കൗണ്ട്. എൻ്റെ എമൗണ്ട് എത്രയാണ്, 2000 രൂപ കാണിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് യു മീൻ ബൈ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആൻഡ് മെൻഷൻ ദ ഐറ്റംസ് ഇൻ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ എന്താണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, അതുപോലെ എന്തൊക്കെ ഐറ്റംസ് ആണ് അതിലുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ വേറെ പേരാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട് പേയബിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയുണ്ട് പേര്, സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട് പേയബിൾ എന്ന് വിളിക്കാം. നമ്മുടെ ബിസിനസ് നമുക്ക് ഗുഡ്സ് തരുന്ന സപ്ലയേഴ്സ് ഇല്ലേ, അല്ലെങ്കിൽ നമ്മൾ കാശ് കടം മേടിച്ച ക്രെഡിറ്റേഴ്സ്, അവർക്കൊക്കെ നമ്മൾ എന്തോരം കാശ് കൊടുക്കാനുണ്ട്, ആരുടെ കടത്തുനിന്നാണ് മേടിച്ചിട്ടുള്ളത്, അതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു അക്കൗണ്ടാണ് എന്ത്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള കാശിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലുള്ളത്. ഇനി വെച്ചിട്ടുള്ളത് എന്തൊക്കെ ഐറ്റംസ് ആണ് അതിലുള്ളതെന്നാണ്. എന്തൊക്കെ ഉണ്ടാവും, ഉറപ്പായിട്ട് അവിടെ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും. നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ആ ഒരു അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തോരം കാശാണ് ഇനി കൊടുക്കാനുള്ളത് എന്ന് കാണിക്കുന്ന ബാലൻസ് ആണ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. യൂഷ്വലി ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവാം. പിന്നെന്താണ്, അടുത്താണ് ക്രെഡിറ്റ് പർച്ചേസ്. എന്താണ് ഈ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ എന്തോരം ഗുഡ്സും സർവീസുകളാണ് ഈ കൊല്ലം ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, ആ ഒരു ടൈം പീരീഡിൽ എന്തോരം ഗുഡ്സും അല്ലെങ്കിൽ എന്തോരം സർവീസുകളും നമ്മൾ കാശ് കൊടുക്കാണ്ട് കടത്തിന് മേടിച്ചിട്ടുള്ളത്. പിന്നെ റിട്ടേൺ ഔട്ട്വേർഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, പർച്ചേസ് റിട്ടേൺ എന്ന് പറയും. എന്താണ്, നമ്മളിവിടെ ക്രെഡിറ്റ് നോട്ട് റിസീവ് ചെയ്യും ഫ്രം സപ്ലൈസ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതനുസരിച്ച് നമ്മൾ സപ്ലൈസിന് തിരിച്ച് കൊടുക്കും. നമുക്കിപ്പോൾ സാധനം മേടിച്ചു, നമ്മൾ കടത്തിന് സാധനം മേടിച്ചത്, സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സാധനം ആവശ്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ്. അതാണ് റിട്ടേൺ ഔട്ട്വേർഡ് അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എന്തോരുണ്ടെന്ന് കാണിക്കാം. അപ്പോൾ അങ്ങനെ പർച്ചേസ് റിട്ടേൺ കാണിക്കുമ്പോൾ നമ്മൾ സപ്ലൈസിൻ്റെ അടുത്ത് എന്ത് മേടിക്കും, നമ്മൾ ക്രെഡിറ്റ് നോട്ട് മേടിക്കും. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലയബിലിറ്റീസ് നമ്മൾ കുറയ്ക്കും അല്ലേ. നമ്മുടെ ക്രെഡിറ്റ് അക്കൗണ്ടിൽ നമ്മൾ അതും കൂടി ചെയ്തിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ആ സാധനം പർച്ചേസ് ചെയ്യും. ഇപ്പോൾ എക്സ് എന്ന സാധനം നമ്മൾ പർച്ചേസ് ചെയ്തു, എക്സ് എന്ന സാധനം പർച്ചേസ് ചെയ്തു, പക്ഷെ നമുക്ക് ഇപ്പോൾ സാധനം വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്നും അത് മൈനസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സപ്ലൈയേഴ്സിന് അത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ലയബിലിറ്റി കുറയില്ല, നമുക്ക് ആ സാധനത്തിൻ്റെ കാശിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെന്താണ്, പേയ്മെൻറ്റ് മെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. നമ്മൾ എന്തോരം കാശ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഓരോ മന്ത്ലി ബേസിസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ വാങ്ങിച്ച സാധനത്തിൻ്റെ കാശ് കുറച്ച് കുറച്ചായിട്ട് ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നുണ്ടാവുമല്ലോ. ആ പേയ്മെൻറ്റ് എന്തോരം ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. പിന്നെ എന്തോരം ഡിസ്കൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ക്രെഡിറ്റിൽ സാധനം മേടിക്കുമെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് പേയ്മെൻറ്റ് ചെയ്യണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഡിസ്കൗണ്ട് ഇട്ടുണ്ടാവും. ആ ഡിസ്കൗണ്ട് എന്തോരം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അവസാന സമയത്ത് നമുക്ക് എന്തോരം ഇനിയും കൊടുക്കാനുണ്ട്, അതാണ് എന്ത്, ക്ലോസിംഗ് ബാലൻസിലൂടെ കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമ്മുടെ എന്ത് കഴിയുന്നത്, നമ്മുടെ ഈ പറയുന്ന ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 6ാം ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ക്യാപിറ്റൽ. നമുക്കിവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് ക്യാപിറ്റലാണ്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എൻഡ് ഓഫ് ദി ഇയറിലെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 70,000. അതുപോലെ ഡ്രോയിങ്സ് ഡ്യൂറിങ് ദ ഇയർ എത്ര ഡ്രോയിങ്സ് എടുത്തിട്ടുണ്ട്, 15,000. പിന്നെ നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 5,000. അതുപോലെ തന്നെ ആ വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 18,500. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്, നമ്മുടെ ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 70,000. അതുപോലെ തന്നെ ആ ഒരു ബിസിനസ്സിൽ നിന്ന് ഓണർ എന്തോരം കാശ് പിൻവലിച്ചിട്ടുണ്ട്, ഡ്രോയിങ്സ് എന്തോരം എടുത്തിട്ടുണ്ട് 15,000. അതുപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റൽ എന്തോരം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 5,000 ആൻഡ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ 18,500. ഇത്രയും ഇൻഫോർമേഷൻ തന്നിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് ഓരോന്നായിട്ട് കൃത്യമായി എഴുതിയിരിക്കുക. നമുക്കിവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് എത്ര, 70,000. ഡ്രോയിങ്സ് തന്നിട്ടുണ്ട് 15,000. അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് 5,000. അതുപോലെ തന്നെ പ്രോഫിറ്റ് 18,500. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫോർമുല നമ്മൾ എഴുതുക. എന്താണ് ഫോർമുല, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു എന്താണ്, ദ ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് പ്രോഫിറ്റ്. ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് പ്രോഫിറ്റ് മൈനസ് ചെയ്യണം, അതേപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ചെയ്യണം. പിന്നെ എന്ത് ആഡ് ചെയ്യണം, നമ്മൾ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എടുക്കുമ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് പ്രോഫിറ്റും മൈനസ് ചെയ്യണം, അഡീഷണൽ ക്യാപിറ്റലും മൈനസ് ചെയ്യണം, പിന്നീട് നമ്മുടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം.
ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വാല്യൂസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് ഈ പറയുന്ന ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയായിരുന്നു? ക്ലോസിംഗ് ക്യാപിറ്റൽ വന്നിട്ടുള്ളത് 70,000 രൂപയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. പിന്നെന്താ ഉള്ളത്? നമ്മുടെ ഈ പറയുന്ന പ്രോഫിറ്റാണ് 18,500. അതിൽ നിന്ന് ഡ്രോയിങ്സ് ആണ് 15,000. അഡീഷണൽ ക്യാപിറ്റലാണ് എന്ത്? നമ്മുടെ 5,000. അപ്പോൾ 70,000 മൈനസ് 18,500 പ്ലസ് 15,000 മൈനസ് 5,000. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷൻസൊക്കെ സോൾവ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് ഫൈൻഡ് എത്ര കിട്ടും? നമ്മുടെ ഈ പറയുന്ന ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള എത്രയാണ്? 61,500 ആണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഫോർമുല നമ്മൾ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഫോർമുല നോക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് പ്രോഫിറ്റ് പ്ലസ് ഡ്രോയിങ്സ് മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ. അതാണ് അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ സൊല്യൂഷൻ.